ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഗ്ലിസറിനെ കുറിച്ചാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഓൾറെഡി ഗ്ലിസറിനെ കുറിച്ചൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന് നല്ലൊരു റെസ്പോൺസും കാര്യങ്ങളൊക്കെ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനെ ചുറ്റിപ്പറ്റി ഒത്തിരി ഡൗട്ട്സ് ഒക്കെ ആൾക്കാർ ഇങ്ങനെ കമൻറ്റ് സെക്ഷനിലൂടെ പറയുന്നുണ്ടായിരുന്നു. അത് ഓയിലി സ്കിന്നാണോ, അത് എപ്പോഴൊക്കെയാണ് യൂസ് ചെയ്യുന്നത്, റെഗുലർലി യൂസ് ചെയ്യുക, ഡെയിലി യൂസ് ചെയ്യണോ, അങ്ങനെയൊക്കെ ഒത്തിരി ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഗ്ലിസറിനെ സംബന്ധിച്ച് ഒരു വീഡിയോ കൂടെ ഇടാമെന്ന് ഞാൻ വിചാരിച്ചു. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഗ്ലിസറിൻ യൂസ് ചെയ്യുമ്പോഴേക്കും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഏത് ടൈപ്പാണ്, അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതൊന്നും ആ വീഡിയോയിൽ മെൻഷൻ ചെയ്തിട്ടില്ലായിരുന്നു, ഡീറ്റെയിൽഡ് ആയിട്ട് മെൻഷൻ ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ നമുക്ക് ഗ്ലിസറിൻ യൂസ് ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് ഏതൊക്കെയാണെന്നുള്ളത് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോക്കുള്ളിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ പഴയ ഗ്ലിസറിൻ്റെ വീഡിയോ കാണാത്തവർ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ അതിൽ ഞാൻ എങ്ങനെയൊക്കെയാണ് നമ്മൾ ഗ്ലിസറിൻ യൂസ് ചെയ്യേണ്ടതെന്നുള്ള 3 രീതികളൊക്കെ പറയുന്നുണ്ട്. അതൊരു സ്കിൻ കെയർ റെജിമായിട്ട് നിങ്ങൾ റെഗുലർലി ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ ഗ്ലിസറിൻ എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാ കോസ്മെറ്റിക് പ്രോഡക്ട്സിലും അതുപോലെ സ്കിൻ കെയർ പ്രോഡക്ട്സിലും ഒക്കെ ആഡായി വരുന്ന ഒരു സംഭവമാണ്. ഇത് നമുക്ക് അതുപോലെ തന്നെ ഗ്ലിസറിനായിട്ട് തന്നെ വാങ്ങി യൂസ് ചെയ്യാൻ പറ്റും. കാരണം നമ്മുടെ സ്കിന്നിൻ്റെ മോയ്സ്ചർ നിലനിർത്താനും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിലുള്ള എല്ലാ ഇഷ്യൂസും കംപ്ലീറ്റ്ലി നമുക്ക് മാറ്റാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു അടിപൊളി പ്രോഡക്റ്റാണ് ഈ ഒരു ഗ്ലിസറിൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണല്ലോ ഇതൊക്കെ ഇങ്ങനെ കോസ്മെറ്റിക് പ്രോഡക്ട്സിൽ ഈവൻ സോപ്പിലായാലും ഒക്കെ ലോഷൻസിലൊക്കെ ആഡായി വരുന്നത്. അപ്പോൾ ജസ്റ്റ് ആ വീഡിയോ കാണാത്തവരും അതുപോലെ തന്നെ പുതിയതായിട്ട് ഈ വീഡിയോ കാണുന്നവർക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തതേ ഉള്ളൂ. അപ്പോൾ അതിൽ എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ള രീതി ഞാൻ ആ വീഡിയോയിലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ വീഡിയോ ഒന്ന് ജസ്റ്റ് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഗ്ലിസറിൻ മേടിക്കുമ്പോഴായാലും നമ്മൾ യൂസ് ചെയ്യുന്ന നേരത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഒന്ന് കണ്ടിട്ട് ആ വീഡിയോ ഒന്ന് ജസ്റ്റ് കാണാം കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് ടൈപ്പ് ഗ്ലിസറിൻ യൂസ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കൺസേൺസ് ഇങ്ങനെ കമൻസിൽ ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ ഏത് ടൈപ്പ് ഗ്ലിസറിൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ആ ഒരു ഡോക്ടർ മെൻഷൻ ചെയ്തത് ഒരു കുഴമ്പ് പരുവത്തിലുള്ള ഗ്ലിസറിൻ എന്നാണ് പറയുന്നത്. അപ്പോൾ കുഴമ്പ് പരുവത്തിലുള്ളതെന്ന് പറയുമ്പോൾ വെജിറ്റബിൾ ഗ്ലിസറിൻ ആണെന്ന് കരുതുന്നു. കാരണം വെജിറ്റബിൾ ഗ്ലിസറിനാണ് കുറച്ചുകൂടെ നാച്ചുറൽ ആയിട്ടുള്ളതും അതുപോലെ തിക്ക് കൺസിസ്റ്റൻസിയിൽ ഇരിക്കുന്നത് നമ്മുടെ വെജിറ്റബിൾ ഗ്ലിസറിനാണ്. അപ്പോൾ അതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ വാങ്ങുമ്പോഴേക്കും ഓൺലൈനിൽ വെജിറ്റബിൾ ഗ്ലിസറിൻ ഓർഡർ ചെയ്ത് വാങ്ങാനായിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ അല്ലാണ്ട് നമുക്ക് മെഡിക്കൽ സ്റ്റോറിലും ഗ്ലിസറിൻ കിട്ടും. പക്ഷേ അതൊരു ലിക്വിഡ് കൈൻഡ് ഓഫ് ഗ്ലിസറിൻ ആണ്. ഭയങ്കര എന്താ പറയുക, വെള്ളം പോലെ ഇരിക്കുന്ന ഒരു ടൈപ്പ് ഗ്ലിസറിൻ ആണ്. പക്ഷേ അതിനേക്കാളും കുറച്ചുകൂടെ എഫക്റ്റീവ് നമ്മുടെ നാച്ചുറൽ ഗ്ലിസറിനായ വെജിറ്റബിൾ ഗ്ലിസറിൻ ആയിരിക്കും. അതാകുമ്പോൾ നല്ല കുഴമ്പ് പരുവത്തിലിരിക്കുന്ന മാതിരത്തെ ഒരു ഗ്ലിസറിൻ ആണ്. അപ്പം നിങ്ങൾ മേടിക്കുമ്പോൾ വെജിറ്റബിൾ ഗ്ലിസറിൻ വാങ്ങിക്കാനായിട്ട് നോക്കാം കേട്ടോ. ഇനി നെക്സ്റ്റ് പോയിന്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഏതൊരു സ്കിൻ കെയർ പ്രോഡക്റ്റ് വാങ്ങുന്ന പോലെ തന്നെയാണ് നമ്മൾ ഗ്ലിസറിനും. അപ്പോൾ ഗ്ലിസറിൻ ആയാലും സെൻസിറ്റിവിറ്റി ഉള്ളവരുണ്ടാവും, അലർജി ഉള്ളവരുണ്ടാവും. അപ്പോൾ അലർജി ഉണ്ടോ ഇല്ലേ എന്നുള്ളത് ടെസ്റ്റ് ചെയ്യേണ്ടത് നിർബന്ധമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഗ്ലിസറിൻ മേടിച്ചുകൊണ്ടിപ്പോൾ വെജിറ്റബിൾ ആയാലും അല്ലാത്ത നമ്മുടെ ഗ്ലിസറിൻ മേടിച്ചാലും നമ്മൾ ജസ്റ്റ് ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കുക. അതായത് നമ്മുടെ കയ്യിലോ അല്ലെങ്കിൽ ചെവിയുടെ പുറകെ ആയിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ഒരു 10-15 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. നമുക്ക് ഗ്ലിസറിൻ അലർജി ഉണ്ടോ ഇല്ലേ എന്നൊന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ 10-15 അല്ല, ജസ്റ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് 24 hours വേണമെങ്കിൽ വെച്ച് നോക്കാം. ചിലർക്ക് ചിലപ്പം അലർജി വരുന്നത് കുറച്ച് ടൈം കഴിഞ്ഞിട്ടായിരിക്കും. അപ്പോൾ അതൊന്ന് പാച്ച് ടെസ്റ്റ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഏതൊരു പ്രോഡക്റ്റ് പോലെയും തന്നെ അലർജി ഉണ്ടോ ഇല്ലെന്ന് ടെസ്റ്റ് ചെയ്യുന്നത് ഏറ്റവും നല്ലതായിരിക്കും. അപ്പോൾ ഗ്ലിസറിൻ്റെ കാര്യത്തിൽ ഇതൊന്ന് ശ്രദ്ധിക്കാം കേട്ടോ. പിന്നെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലിസറിൻ നമ്മൾ ഡയറക്റ്റ് നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്യാനായിട്ട് പാടില്ല. അപ്പോൾ ഞാനിത് ഇങ്ങനെ കമൻസിലൂടെ ചോദിച്ചവർക്ക് എല്ലാവർക്കും ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുള്ളൊരു കാര്യമാണ്, ഡൈല്യൂട്ട് ചെയ്ത് മാത്രമേ നമ്മൾ ഗ്ലിസറിൻ യൂസ് ചെയ്യാൻ പാടുള്ളൂ, ഡയറക്റ്റ് അപ്ലിക്കേഷൻ പാടില്ല കേട്ടോ. അപ്പോൾ ഡൈല്യൂട്ട് ചെയ്യാൻ നമുക്ക് ജസ്റ്റ് വെള്ളം വെച്ചിട്ട് വേണമെങ്കിൽ ഗ്ലിസറിൻ ഒന്ന് ഡൈല്യൂട്ട് ചെയ്യാം, അല്ലെങ്കിൽ റോസ് വാട്ടർ വെച്ചിട്ട് ഡൈല്യൂട്ട് ചെയ്തിട്ട് മാത്രമാണ് നമ്മളിത് അപ്ലൈ ചെയ്യുന്നത്. ഒരിക്കലും നമ്മൾ ഗ്ലിസറിൻ ഡയറക്റ്റ്ലി എടുത്ത് നമ്മുടെ സ്കിന്നിലും ഫേസിലും അപ്ലൈ ചെയ്യാൻ പാടില്ല കേട്ടോ. അപ്പോൾ ഡൈല്യൂട്ട് ചെയ്തിട്ട് യൂസ് ചെയ്യാം കേട്ടോ. അതുപോലെ അടുത്തൊരു പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗ്ലിസറിൻ എടുക്കുമ്പോൾ വളരെ കുറച്ച് എമൗണ്ട് മാത്രം എടുത്താൽ മതി കേട്ടോ. ഒത്തിരി എമൗണ്ട് ഒന്നും നമുക്ക് വേണ്ട, വളരെ കുറച്ച് എമൗണ്ട് എടുത്ത് ഡൈല്യൂട്ട് ചെയ്ത് യൂസ് ചെയ്യാൻ നോക്കുക. അതുപോലെ തന്നെ നമ്മൾ സ്കിന്നിൽ അപ്ലൈ ചെയ്ത് ഒത്തിരി നേരം വെക്കേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ. കാരണം ഇത് ഭയങ്കര തിക്കായതുകൊണ്ട് തന്നെ ഈ പൊല്യൂഷനും ഡസ്റ്റൊക്കെ വലിച്ചെടുക്കാനുള്ള ചാൻസ് ഉണ്ട്. അതിലൂടെ ചിലപ്പോൾ പിമ്പിൾസും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കാം. അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് സമയം മാത്രമേ നമ്മൾ ഗ്ലിസറിൻ വെക്കുകയുള്ളൂ, വളരെ കുറച്ച് എമൗണ്ട് മാത്രം മതി കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ ഗ്ലിസറിൻ ഇട്ടതിന് ശേഷം കുറച്ച് സമയം കഴിഞ്ഞ് കഴുകിക്കളയുക. അല്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ രാത്രി ഇട്ടിട്ട് കിടന്നു കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഇപ്പോൾ നമ്മൾ പകലൊക്കെ പുറത്ത് പോകാൻ നേരത്തെ ഈ ഗ്ലിസറിൻ അപ്ലൈ ചെയ്ത് പോരുത്. കാരണം എന്ന് വെച്ചാൽ ഡസ്റ്റും പൊല്യൂഷനും ഒക്കെ അടിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് നൈറ്റ് ടൈമിൽ നമുക്ക് നൈറ്റ് ജെല്ല് ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ നൈറ്റ് ജെല്ലായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു സ്ഥലത്തും പോകുന്നില്ലല്ലോ, ഇങ്ങനെ കിടന്ന് ഉറങ്ങുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കുഴപ്പമില്ല. പക്ഷേ നമ്മളിത് രാവിലെ ഇട്ടിട്ട് നമ്മൾ പുറത്ത് പോരുത്. അതുപോലെ തന്നെ വീട്ടിൽ നിൽക്കുമ്പോഴായാലും രാവിലെ ഇടുമ്പോഴേക്കും കുറച്ച് സമയം ഇട്ടിട്ട് അങ്ങ് കഴുകിക്കളഞ്ഞേക്കുക. അല്ലാണ്ട് കുറേ സമയം വെക്കാൻ പാടില്ല കേട്ടോ. അപ്പോൾ രാത്രി ഇടുകയാണെന്നുണ്ടെങ്കിൽ നൈറ്റ് ജെല്ലിൻ്റെ കാര്യത്തിൽ കുഴപ്പമില്ല. പക്ഷേ നമ്മൾ ഇതുപോലെ പുറത്ത് പോകുമ്പോൾ ഒരിക്കലും ഇടാതിരിക്കാനായിട്ട് നോക്കുക കേട്ടോ.
അതുപോലെ തന്നെ നമ്മൾ ഗ്ലിസറിൻ ഇട്ടിട്ട് ഡയറക്റ്റ്ലി നമ്മൾ പുറത്തിറങ്ങരുത്, അതായത് സൺസ്ക്രീൻ ഇല്ലാതെ പുറത്തിറങ്ങരുത് കേട്ടോ. കാരണം ഗ്ലിസറിൻ പെട്ടെന്ന് തന്നെ നമ്മൾ ആ ഒരു സൂര്യപ്രകാശം അബ്സോർബ് ചെയ്തെടുക്കുന്ന ഒരു സംഗതിയാണ് ഈ ഗ്ലിസറിൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ ഇട്ടിട്ട് പുറത്തിറങ്ങാൻ, ഇപ്പോൾ മോയ്സ്ചറൈസർ ആയിട്ടൊക്കെ അപ്ലൈ ചെയ്തിട്ട് പുറത്തിറങ്ങുകയാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് സൺസ്ക്രീൻ ഇടുക പെട്ടെന്ന് തന്നെ. കാരണം ഇത് സൺറൈസിനെ ഇങ്ങനെ അബ്സോർബ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ഗ്ലിസറിൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ടാൻ വരാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഏറ്റവും നല്ലതെന്ന് പറയുമ്പോൾ നമ്മളൊരു ഒരു നൈറ്റ് സ്കിൻ കെയർ റൊട്ടീനായിട്ട് എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ അതാകുമ്പോഴേക്കും നമുക്ക് ഈ വക ഇഷ്യൂസൊക്കെ അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത് യൂസ് ചെയ്ത് പുറത്തിറങ്ങുന്നവരാണെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ ഏതെങ്കിലും നല്ലൊരു സൺസ്ക്രീനും കൂടി അപ്ലൈ ചെയ്തിട്ട് പോകട്ടെ, അല്ലാണ്ട് ഡയറക്റ്റ്ലി നമ്മൾ സണ്ണിലേക്ക് ഇറങ്ങരുത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പഴയ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്, റെഗുലർലി യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല റിസൾട്ട് തന്നെ ഉണ്ടാവും. അതിപ്പോൾ ഏത് പ്രോഡക്റ്റ് ആയാലും നമ്മൾ റെഗുലർലി യൂസ് ചെയ്താൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഒരു എഫക്റ്റീവ്നെസ് അറിയാൻ പറ്റുള്ളൂ, റിസൾട്ട് എവിഡൻ്റ് ആയിട്ട് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഈ റെഗുലർലി എന്ന് ഉദ്ദേശിച്ചത് നമ്മൾ ആ ഫേസ് സ്ക്രബിൻ്റെ കാര്യം ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഫേസ് പാക്ക് അല്ലെങ്കിൽ ഫേസ് സ്ക്രബായിട്ട് നമ്മൾ യൂസ് ചെയ്യില്ലേ, ആ ഒരു ഗ്ലിസറിനും പിന്നെ അരിപ്പൊടിയും കേടും കൂടെ വെച്ചിട്ടുള്ളത്. അപ്പോൾ അത് നമ്മൾ ഡെയിലി യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. റെഗുലർലി എന്ന് ഞാൻ ഉദ്ദേശിച്ചത് സ്കിൻ കെയർ റൊട്ടീനായിട്ട് ഫോളോ ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ ഇപ്പോൾ ആ ഒരു ഫേസ് സ്ക്രബ് അല്ലെങ്കിൽ ആ ഒരു ഫേസ് പാക്ക് നമുക്ക് ആഴ്ചയിൽ ഒരു 1-2 തവണയായിട്ടൊക്കെ മാത്രം മതി. അല്ലെങ്കിൽ ഇപ്പോൾ സ്ക്രബായിട്ട് ചെയ്ത് കൊടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ മാസത്തിൽ 1 തവണ മതി. ഇപ്പോൾ ഫേസ് പാക്കായിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ 1-2 തവണ മാത്രം മതി കേട്ടോ. പിന്നെ ആ ഒരു ക്ലെൻസിങ് അതുപോലെ നൈറ്റ് ജെല്ലും ഒക്കെ നമുക്ക് ഡെയിലി അപ്ലൈ ചെയ്യാം. അല്ലാതെ ആ സെക്കൻഡ് സ്റ്റെപ്പ് നമുക്ക് ആഴ്ചയിൽ 1-2 തവണ അല്ലെങ്കിൽ സ്ക്രബായിട്ടാണെങ്കിൽ മാസത്തിൽ 1 തവണ മാത്രം ചെയ്താൽ മതി കേട്ടോ. പിന്നെ ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോഴേക്കും ഓയിലി സ്കിന്നിന് അപ്ലൈ ചെയ്യാൻ പറ്റുമോ, ഡ്രൈ സ്കിന്നിന് അപ്ലൈ ചെയ്യാൻ പറ്റുമോ, കുട്ടികൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളായിരുന്നു. അപ്പോൾ ഓയിലി സ്കിന്നിനായാലും ഡ്രൈ സ്കിന്നിനായാലും നമുക്ക് ഗ്ലിസറിൻ അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. കാരണം നമ്മുടെ എല്ലാ സ്കിൻ കെയർ പ്രോഡക്ട്സിലും ഈ ഒരു ഗ്ലിസറിൻ ചേർന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഓയിലി സ്കിൻ കെയറിലെന്ന് പറയുമ്പോൾ എക്സസീവ് ആയിട്ടുള്ള ഒരു സെബോയില ഓയിൽ പ്രൊഡക്ഷനൊക്കെ ഈ ഒരു ഗ്ലിസറിൻ കൺട്രോൾ ചെയ്യും. ഇപ്പോൾ ഡ്രൈ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ഹൈഡ്രേഷനും തരും കേട്ടോ. പിന്നെ നമ്മൾ കുട്ടികൾക്ക് അപ്ലൈ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേബീസിന് വരെ നമുക്ക് ഗ്ലിസറിൻ അപ്ലൈ ചെയ്യാറുണ്ട്. കാരണം ബേബിയുടെ എല്ലാ സ്കിൻ കെയർ പ്രോഡക്ട്സിലും ഈ ഗ്ലിസറിൻ ചേർന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സോപ്പായാലും ലോഷൻസ് ആയാലും എല്ലാത്തിലും ഈ ഒരു ഗ്ലിസറിൻ ചേർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ബേബീസിനും ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ഡൈല്യൂട്ട് ചെയ്ത് അപ്ലൈ ചെയ്താൽ മാത്രം മതി. അത് മാത്രമേ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൂ. പിന്നെ നമ്മൾ ഗ്ലിസറിൻ മേടിക്കുമ്പോഴേക്കും ഞാൻ നേരത്തെ ഫസ്റ്റ് പറഞ്ഞ പോയിന്റ് പോലെ തന്നെ നമ്മൾ വെജിറ്റബിൾ ഗ്ലിസറിൻ വാങ്ങിക്കാനായിട്ട് നോക്കാം കേട്ടോ. അതായിരിക്കും കുറച്ചുകൂടെ ഓർഗാനിക്. പിന്നെ ഈ ഗ്ലിസറിൻ ഇട്ടിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് വരുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോയിന്റ്സ് ഏതെങ്കിലും ശ്രദ്ധിക്കാത്തത് കൊണ്ട് തന്നെ ആയിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒന്നെങ്കിൽ ഗ്ലിസറിൻ ഇട്ടിട്ട് ഡയറക്റ്റ്ലി നമ്മൾ പുറത്ത് പോയിട്ടുണ്ടാവും, സൺസ്ക്രീൻ ഒന്നും ഇടാതെ പോയിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ആയിരിക്കും ഈ ഡസ്റ്റും പൊല്യൂഷനും അതുപോലെ തന്നെ നമ്മുടെ സൂര്യപ്രകാശമൊക്കെ അടിച്ചിട്ട് ടാനും അതുപോലെ മുഖക്കുരുവൊക്കെ വന്നിട്ടുണ്ടാവും. അപ്പോൾ ഈ ഗ്ലിസറിൻ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാത്തതിനെ കൊണ്ടാണ് അങ്ങനത്തെ ഇഷ്യൂസൊക്കെ നമുക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ ഈ പറഞ്ഞ എല്ലാ പോയിന്റ്സും നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് യൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഗ്ലിസറിൻ മേടിക്കുമ്പോഴായാലും യൂസ് ചെയ്യുമ്പോഴായാലും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഞാൻ പഴയ വീഡിയോയിൽ കാണിച്ച പോലെ തന്നെ ആ ഒരു സ്കിൻ കെയർ റൊട്ടീൻ നിങ്ങൾ റെഗുലർലി, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രീതിയിൽ ആ ഒരു സ്കിൻ കെയർ റെജിമായിട്ട് തന്നെ ഫോളോ ചെയ്തോളൂ. നമ്മൾ ഡെയിലി മീൻസ് ഈ റെഗുലറായിട്ട് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്കിൻ കെയർ റൊട്ടീനായിട്ട് നമ്മൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടിപൊളി റിസൾട്ട് തന്നെ കിട്ടും. കാരണം അത്രയും നല്ലൊരു പ്രോഡക്റ്റാണ് ഈ ഗ്ലിസറിൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഈ പോയിന്റ്സ് ഒക്കെ മനസ്സിൽ വെച്ചിട്ട് ഈ ഗ്ലിസറിൻ മേടിക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യട്ടെ. അപ്പോൾ ഓക്കെ, ബൈ.